الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا صدق الله العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചങ്ങളെല്ലാവും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തത്വബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യ ജീവിതം കുറെ ഉത്തരവാദിത്തങ്ങളുടെയും ബാധ്യതകളുടെയും കൂട്ടമാണ്. ബാധ്യതകളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും കൃത്യമായ നിർവഹണമാണ് നമ്മുടെ ജീവിതത്തെ സമാധാനപൂർണമാക്കുന്നത്, സന്തോഷപ്രദവും സംതൃപ്തിദായകവും ആക്കി മാറ്റുന്നത്. അതിലുപരി പരസ്പരമുള്ള ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോൾ അത് മുഖേന നമുക്ക് സ്വർഗം നേടിയെടുക്കുവാൻ കഴിയുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരമുള്ള ബാധ്യതകളെയും ഉത്തരവാദിത്തങ്ങളെയും അമാനത്ത് എന്ന വാക്കുകൊണ്ട് ഖുർആനിൽ വ്യവഹരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുക്കും, നിശ്ചയം അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദു, നിങ്ങൾ കൃത്യമായി നൽകണമെന്ന്, അൽ അമാനാത്ത്, അമാനത്തുകളെ, ഇലാ അഹ്ലിഹ, അതിന്റെ അവകാശികൾക്ക് ഏൽപ്പിക്കണമെന്ന്, നൽകണമെന്ന്, അതിനോട് ഉത്തരവാദിത്ത ബോധമുള്ളവരാകണമെന്ന്
അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് അമാനത്ത്? പരസ്പരം വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ. അവയിൽ ചിലത് പ്രകൃതിപരമായി തന്നെ നമ്മിൽ വന്നു ചേർന്നിട്ടുള്ളതാണ്. അള്ളാഹുവും അവന്റെ അടിമകളും എന്ന അർത്ഥത്തിൽ ഒരു അമാനത്തുണ്ട്. അത് പ്രകൃതിപരമായി വന്നു ചേർന്ന ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. അതേപോലെ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു അമാനത്തുണ്ട്. അതും പ്രകൃതിപരമാണ്. എന്നാൽ പിന്നീട് വന്നു ചേരുന്ന ഒരുപാട് അമാനത്തുകൾ നമുക്ക് കാണാം. വൈവാഹിക ബന്ധം അത്തരത്തിലുള്ള ഒരു അമാനത്താണ്, ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. അതേപോലെ തന്നെ സാമ്പത്തികമായ ഇടപാടുകൾ, കച്ചവട ഇടപാടുകൾ ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. അതേപോലെ തന്നെ മനുഷ്യർ അവരുടെ സാമൂഹികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്ന ഭരണാധികാരികളും ഉത്തരവാദികളാണ്, ബാധ്യതകൾ ഏറ്റെടുക്കുന്നവരാണ്. അത്തരം ഉത്തരവാദിത്തങ്ങൾ, സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ എന്നത് വളരെ ഗൗരവതരമായ ഒരു വിഷയമായിട്ടാണ് ദീനുൽ ഇസ്ലാം കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ നാട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മുടെ നാട് ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്ന സന്ദർഭമാണ് ഇത്. ഈ വേളയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദീനുൽ ഇസ്ലാമിന് വല്ല വിധത്തിലും ഇടപെടാൻ കഴിയുമോ, ഇടപെടേണ്ടതുണ്ടോ? തീർച്ചയായും നാം ആലോചിക്കേണ്ട വിഷയമാണ്. നാം കേട്ടുകൊണ്ടേയിരിക്കുന്നത് മതം വേറെ രാഷ്ട്രീയം വേറെ എന്നുള്ള സ്ഥിരം പല്ലവികൾ ആയിരിക്കും. മതത്തിന് രാഷ്ട്രീയത്തിൽ എന്ത് കാര്യം? പൊതുവെ അങ്ങനെയാണ് മുസ്ലിം സമുദായവും ഒരുപക്ഷെ ധരിച്ചു പോകുന്നത്. രാഷ്ട്രീയം അതിന്റെ വഴിക്ക് നീങ്ങട്ടെ, അതിന്റെ ധർമ്മവും അധർമ്മവും ഒക്കെ ഒന്ന് വേറെയാണ്, മതം ഒന്ന് വേറെയാണ്, അതുകൊണ്ട് മതം രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതില്ല എന്നൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ വിശ്വാസവുമായോ ആദർശവുമായോ ബന്ധിപ്പിക്കുവാൻ പലപ്പോഴും നാം ശ്രമിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് അയാളുടെ രാഷ്ട്രീയ ജീവിതമാണ്. രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൽ അഴിമതി ഉണ്ടാകും, അതിൽ വാഗ്ദാന ലംഘനങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ്, അങ്ങനെ അത് നടക്കും എന്നാണ് പൊതുവെ സമൂഹത്തിന്റെ ധാരണ. എന്നാൽ അല്ലാഹുവിന്റെ ദീൻ ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് എന്ന് നാം വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് നിയോഗിച്ച പ്രവാചകൻ ഒരു സമ്പൂർണ്ണ പ്രവാചകനാണ്. മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച, കൃത്യമായ മാതൃക നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ച ഒരു ജീവിതമായിരുന്നു ആ മഹാജീവിതം എന്ന് നാം മനസ്സിലാക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തന മേഖല എല്ലാ രംഗത്തും ഒരേപോലെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നും നാം മനസ്സിലാക്കുന്നുണ്ട്. ഒരേ സമയത്ത് മത നേതാവായിരിക്കെ, ആത്മീയ നേതാവായിരിക്കെ അതേ പ്രവാചകൻ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയും സർവ്വസൈന്യാധിപനും ന്യായാധിപനും ഒക്കെയായിരുന്നു എന്നും നാം മനസ്സിലാക്കുന്നു. അതാണ് നമ്മുടെ ചരിത്രം. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ പലപ്പോഴും രണ്ടും രണ്ടായിട്ട് കാണാൻ തന്നെയാണ് സമുദായം ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാം. എന്നാൽ അല്ലാഹുവിന്റെ ദീനിനെ ഉൾക്കൊള്ളുമ്പോൾ നേരത്തെ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ നിസാ 58, ആ ആയത്തിലൂടെ തന്നെ അല്ലാഹു ഉണർത്തുന്നത് ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, നിങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അതിന്റെ അവകാശികൾക്ക് തന്നെ കൃത്യമായിട്ട് അതിന്റെ പ്രയോജനം ലഭിക്കും വിധം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്താലും അതിനോട് നീതി പുലർത്താൻ കഴിയണം എന്നർത്ഥം. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം നിർദ്ദേശിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, നിങ്ങൾ വിധി തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നീതിയാവണം നിങ്ങൾക്ക് അവിടെ വിധി തീർപ്പിന്റെ മാനദണ്ഡം എന്ന് ഒന്നാമത്തെ പഠിപ്പിക്കാൻ. പടച്ച തമ്പുരാൻ നിങ്ങളോട് എത്ര നല്ല കാര്യമാണ് കൽപ്പിക്കുന്നത്, ഉപദേശിക്കുന്നത്.
എത്ര നല്ല കാര്യമാണ് ഉപദേശിക്കുന്നത്. ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം തികഞ്ഞ നീതിയും സമാധാനവും ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. അമാനത്തുകളോട് വിശ്വസ്തത പുലർത്തുക, വിധികൽപ്പന നീതിപൂർവമാവുക എന്നത്. ഇന്നമാർക്കാന സമയം ബസീറ, പടച്ചതമ്പുരാൻ നിങ്ങളുടെ എല്ലാ ഇടപാടുകളും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, വാക്കുകളും പ്രവൃത്തികളും നിരന്തരം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്നുകൂടി പടച്ചതമ്പുരാൻ അവിടെ എടുത്തു പറയാം. അപ്പോൾ തീർച്ചയായും സാമൂഹിക വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നിടത്ത് ഇസ്ലാമിക സമൂഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകണം എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിന്റെ അടിസ്ഥാനം കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ടല്ലോ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. കുല്ലുക്കും റാഇൻ, നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. ഭരണാധികാരി എന്ന് പറയുമ്പോൾ നാടുമായി ബന്ധപ്പെട്ട പൊതുവിഷയങ്ങൾ മാത്രമാണ് പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരിക. അങ്ങനെയല്ലല്ലോ, ഞാൻ എന്റെ നഫ്സിന്റെ ഭരണാധികാരിയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നഫ്സിന്റെ ഭരണാധികാരിയാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കീഴിലുള്ള ഏതൊരു സംവിധാനമാണോ അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചത് ആ കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് ഈ വിഷയം പഠിപ്പിക്കുന്നു. ഒരു പുരുഷൻ തന്റെ വീടിന്റെ ഭരണാധികാരിയാണ്. അയാൾ ആ അർത്ഥത്തിൽ ആ വീടുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിയാണ്. മക്കൾ എങ്ങനെ വളരണം, കുടുംബം എങ്ങനെ പുലർത്തണം, ഇതിൽ അള്ളാഹുവിൽ അയാളാണ് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. വീട് എന്നത് ഒരു ചെറിയ ഒരു മേഖലയായിട്ട് വേണമെങ്കിൽ നമുക്ക് പരിമിതപ്പെടുത്താം. പക്ഷെ അല്ലാഹു തആല ഒരു സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന അർത്ഥത്തിലാണ് കുടുംബത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ കാര്യത്തിൽ അയാൾ ഉത്തരവാദിയാണ്. അതേപോലെ തന്നെ വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ വീടിന്റെ ഉത്തരവാദിയാണ്. വമസ്ഊലത്തുൻ അൻ റഅയ്യതിഹാ, അവർ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അവരും അതേപോലെ തന്നെ ഉത്തരവാദിയാകുന്നു. ഇങ്ങനെ ഏത് മേഖലയായിരുന്നാലും ഉത്തരവാദിത്വവും ബാധ്യതകളും പടച്ചതമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചതാണ് എന്ന് നാം മനസ്സിലാക്കണം. അവിടെ നിന്നാണ് പിന്നീട് നാം ചെറിയ നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ സാമൂഹിക തലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഏത് മേഖലയായാലും ഇത് കുട്ടിക്കളിയല്ല, വളരെ ഗൗരവതരമായ വിഷയമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖനായ അനുചരൻ അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യാ റസൂലല്ലാഹ് അലാ തസ്തഅമിലുനി, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എന്നെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽപ്പിക്കുന്നില്ലേ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന എന്ന രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഗവർണർമാരെ നിശ്ചയിക്കുന്ന സമയമായിരുന്നു അത്. അപ്പോഴാണ് നിഷ്കളങ്കമായ ഈ ചോദ്യം അബൂ ദർ റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, അലാ തസ്തഅമിലുനി, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഗവർണർ പദവിയോ അതുപോലെ ഏതെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു. അബൂ ദർ റളിയല്ലാഹു അൻഹു തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഫളറബ ബിയദിഹി അലാ മൻകിബി, തന്റെ കൈകൾ കൊണ്ട് അബൂ ദർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, യാ അബൂ ദർ, അബൂ ദർനെ, ഇന്നക ദഈഫ്, നീ ദുർബലനാണല്ലോ അബൂ ദർനെ. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മാത്രമുള്ള കരുത്ത്, നേതൃപാഠവും നിനക്കില്ലല്ലോ അബൂ ദർനെ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു. എന്നിട്ട് വീണ്ടും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു. വഇന്നഹാ നദാമത്തുൻ വഇന്നഹാ അമാനത്തുൻ, അത് ഗുരുതരമായ ഒരു ഉത്തരവാദിത്വമാണ്. വഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസ്യം വനദാമ, മാത്രമല്ല അന്ത്യനാളിൽ അത് ഗുരുതരമായ അപമാനവും ദുഃഖവും ഖേദ നിമിത്തവുമായിട്ട് മാറും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർ റളിയല്ലാഹു അൻഹുവോട് എടുത്തു പറയാണ്. അതിന്റെ ഗുരുതരമായ ആ ഉത്തരവാദിത്ത ബോധം ഉണർത്തുകയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു അമാനത്താണ്,
ഏൽപ്പിക്കപ്പെട്ടാൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിനെങ്ങനെ വല്ല വീഴ്ചയും സംഭവിച്ചാലോ അത് വിജയമാണ്, അത് നിന്ദതയാണ്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ വലിയ അപമാനവും അതേപോലെ തന്നെ ഖേദ നിമിത്തവുമായിട്ട് അത് മാറും അബൂദർ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇല്ലാമൻ അഖദഹ ബിഹഖിഹാ, അതിനോടുള്ള ഹഖ് കൃത്യമായിട്ട് നിർവഹിച്ചവൻ ഒഴികെ, വഅദ്ദല്ലദീ അലൈഹി ബിഹാ, ബാധ്യത പൂർത്തീകരിച്ചവനും ഒഴികെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇത് വളരെ ഗൗരവതരമായ ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ്, ഒരു സാമൂഹിക കരാറിനാണ് യഥാർത്ഥത്തിൽ ഭരണാധികാരികൾ ഏർപ്പെടുന്നത്. ഇലക്ഷൻ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആവേശവും പ്രചരണവും അങ്ങനെ പല കൊട്ടിഘോഷങ്ങളും നടക്കും. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു താല്പര്യത്താൽ നമ്മൾ അവരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കും. പക്ഷെ ഏറ്റെടുക്കുന്ന ആളുകൾ ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ളവർ ആയിരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പ്രയാസമാണ്. ഈ കരാറിനെ കുറിച്ച് ഓർത്തു നോക്കൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തോളാം, നിങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ നേടിത്തരാം എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രംഗത്ത് വരുന്നവരാണല്ലോ നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. പക്ഷെ അത് ഞാൻ നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഗൗരവം എത്രയാണ് എന്ന് അവർ ആലോചിക്കാറുണ്ടോ എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രഭാഷണങ്ങളിൽ നിരന്തരം ആവർത്തിക്കാറുണ്ടായിരുന്ന ഒരു കാര്യം, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, വിശ്വസ്തതയില്ലാത്തവന് വിശ്വാസമില്ല. അമാനത്ത് കാത്തു സൂക്ഷിക്കാത്ത ആൾക്ക്, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാത്ത ആളെ ഈമാനില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു മുറിച്ച് പറയാറുണ്ട്. വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു, കരാർ പാലിക്കാത്തവന് ദീനുമില്ല, ആദർശ പ്രതിബദ്ധതയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രഭാഷണങ്ങളിൽ എടുത്തു പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. പിന്നെയും ഒരുപാട് അതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. അവ്വലുഹ മലാമ, അത് പല ആക്ഷേപങ്ങളും ക്ഷണിച്ചു വരുത്തും. ഒരാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ നിരന്തരം അയാൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ, അങ്ങനെ എപ്പോഴും ആക്ഷേപത്തിന് അയാൾ ഇരയായിക്കൊണ്ടേയിരിക്കും. അതേപോലെ രണ്ടാമതായി അയാൾ ദുഃഖത്തിന് പാത്രമാകും. നീതി പാലിക്കാത്തവർ ഒഴികെ മറ്റുള്ളവരൊക്കെയും അന്ത്യനാളിൽ ഗുരുതരമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത്തരം ഹദീസുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ സാമൂഹിക രംഗത്തേക്ക് ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അയാൾ അങ്ങേയറ്റം ഭയപ്പെട്ട് കയറിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്ന് കാണാം. അത് പല ശൈലിക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് കൃത്യമായിട്ട് നിർവഹിക്കാത്ത ആളുകൾ അന്ത്യനാളിൽ വഞ്ചകന്മാരായിട്ട് ഹാജരാക്കപ്പെടും. കൈകൾ പിറകിലേക്ക് വലിച്ചു കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും അവർ ഹാജരാക്കപ്പെടുന്നത്. അവരുടെ കൈകൾ ആ അവസ്ഥയിൽ നിന്ന് വിമോചിതമാകണമെങ്കിൽ അയാൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയാണ് അയാളെ വിമോചിപ്പിക്കുക. അല്ലെങ്കിൽ അയാളുടെ പാപങ്ങൾ അയാളുടെ ശിക്ഷക്ക് വിധേയനാക്കും. അയാൾ ആ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ കഴിയാത്ത വിധത്തിൽ ആ അവസ്ഥയിൽ തന്നെ അകപ്പെട്ടു പോകും എന്ന് പറഞ്ഞത് കാണാം. അതേപോലെ തന്നെ മാമീൻ അമീരിൻ യലി അഫ്റൽ മുസ്ലിമീൻ, ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു നേതാവ്, സുമ്മ ലാ യജ്ഹദ് ലഹും, എന്നിട്ട് അവർക്ക് വേണ്ടി അയാൾ പരിശ്രമിച്ചില്ല, വലാ യൻസഹ് ലഹും, അവർക്ക് വേണ്ടി ഗുണകാംക്ഷാപൂർവ്വം പ്രവർത്തിക്കാൻ സന്നദ്ധനായില്ലെങ്കിൽ, ഇല്ല വലം യുദ്ഖൽ മഅഹുൽ ജന്ന, ആ സമൂഹത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അയാൾക്ക് കഴിയാതെ വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിക്കാത്ത സംസാരം, അല്ലാഹു ഒരാളിലേക്ക് നോക്കാതിരിക്കുക, സംസ്കരിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു അയാളുടെ സംസാരം ഒട്ടും ശ്രദ്ധിക്കുകയില്ല, അല്ലാഹു അയാളോട് സംസാരിക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരാള് മലിക്കുൽ കദ്ദാബ് എന്നാണ്. കള്ളനായ, വ്യാജനായ, ആളുകളോട് വാക്ക് പാലിക്കാത്ത ഭരണാധികാരി എന്ന് പറഞ്ഞത് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിമാനായ ഭരണാധികാരി തന്റെ ഭരണ ഉത്തരവാദിത്വത്തിന്റെ ഭാരം സഹിക്കവയ്യാതെ ഒട്ടിക്കരയാറുണ്ടായിരുന്നു. അത്രേ
ഒറ്റയ്ക്കിരുന്ന് ഏങ്ങനടിച്ച് കരയാനുണ്ടായിരുന്നു. ഉമർ പറഞ്ഞത്, അന്ന് യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരാട്ടിൻകുട്ടി പട്ടിണി കിടന്ന് മരിച്ചു പോയാൽ, ഒരു ചെന്നായ പട്ടിണി കിടന്നാൽ ഞാനാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഉറക്കം നഷ്ടപ്പെട്ട സന്ദർഭങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഒരു സൂചി അത്ര പോലും അഴിമതി എന്ന് പറയുമ്പോൾ ലക്ഷം കോടികളാണല്ലോ ഇന്ന് നമ്മുടെ കണക്കുകൾ പൊതുവെ. അല്ലാതെ ആയിരങ്ങൾ അഴിമതി നടത്തുന്നവർ ഇന്ന് സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്ന അവസ്ഥയാണ്. അതേ സമയത്ത് ലക്ഷക്കണക്കിന് കോടികളാണ് അഴിമതികൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട്, ഒരു സൂചിയുടെ അത്ര ഒരാൾ അഴിമതി നടത്തിയാൽ കാന റുലൂനൻ യക്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അയാൾ അത് മോഷ്ടിക്കപ്പെട്ട, അത് വഞ്ചിച്ചെടുത്ത ആളായിട്ട് അന്ത്യനാളിൽ ആ സൂചിയുമായിട്ട് ഹാജരാക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന്. കാരണം അല്ലാഹു ഏൽപ്പിച്ച അമാനത്താണ് മനുഷ്യർ ഏറ്റെടുക്കുന്നത്. ആ അമാനത്തിനോട് കൃത്യമായ ബാധ്യത പുലർത്തുന്നില്ലെങ്കിൽ, ഉത്തരവാദിത്വം പുലർത്തുന്നില്ലെങ്കിൽ അയാൾ അല്ലാഹുവോടുള്ള അമാനത്താണ് ലംഘിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഉമർ റളിയല്ലാഹു അൻഹു താൻ ഏറ്റെടുത്ത ഈ ഉത്തരവാദിത്വം എത്രമാത്രം സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മോട് പറയാൻ വേണ്ടി ഉപയോഗിച്ച ശൈലി ഇങ്ങനെയാണ്. ഒരു അനാഥ സംരക്ഷകൻ എത്ര സൂക്ഷ്മത പാലിക്കുന്നുവോ, അനാഥ സംരക്ഷകൻ അനാഥയുടെ മുതൽ ആ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് എത്രമാത്രം സൂക്ഷ്മത പാലിക്കുന്നുവോ അത്രയും സൂക്ഷ്മതയോടെയാണ് ഞാൻ പൊതുമുതൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മളോട് പറയാനുണ്ടായിരുന്നു എന്ന് കാണാം. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ നടത്തുന്നു. ഓരോ വിധികർത്താവും ഒരാൾ ഭരണാധികാരിയാകുമ്പോൾ പലതരം പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരാൾ വിധികർത്താവായ അവസ്ഥയിൽ ഈ ലോകത്ത് ജീവിക്കുകയും അങ്ങനെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ അയാൾ ഹാജരാക്കപ്പെടുകയും ചെയ്യുമ്പോൾ അയാൾ ഇങ്ങനെ കൊതിച്ചു പോകുമത്രേ, പഠിച്ചവനെ ഒരു കാരക്കച്ചോളയുടെ കാര്യത്തിൽ പോലും വിധികൽപ്പിക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. പല പ്രശ്നങ്ങളിലും ഇടപെട്ട് പ്രശ്നപരിഹാരങ്ങൾ നടത്തുമ്പോൾ ഏതെങ്കിലും പക്ഷത്തേക്ക് അയാൾ അല്പം ചാഞ്ഞു പോയെങ്കിൽ, അയാളുടെ നോട്ടത്തിൽ പോലും അനീതി കലർന്നിട്ടുണ്ടെങ്കിൽ അയാൾ അല്ലാഹുവിൽ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ഹദീസിൽ സൂചിപ്പിക്കുന്നത് കാണാം. വിശ്വാസവും കാപട്യവും തമ്മിൽ വേർതിരിക്കുന്ന ചില ലക്ഷണങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ ഹദ്ദസ കദബ, ഒരാൾ സംസാരിച്ചാൽ കള്ളം പറയുക. മറ്റൊന്ന് വഇദാ വഅദ അഖ്ലഫ, അയാൾ വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കുക. അതേപോലെ വഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. പൊതുവെ ഉണ്ടല്ലോ നമ്മുടെ പൊതു പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകരെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് എന്ന് ഒറ്റ വാക്കിൽ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരുതരം മാപ്പുസാക്ഷിത്വത്തോടെ വകവെച്ചു കൊടുക്കുന്ന ഒരു സംഗതിയായിട്ട് മാറിപ്പോയിട്ടില്ലേ രാഷ്ട്രീയത്തിന് അത്രയൊക്കെ കഴിവുള്ള എന്നത് സാമാന്യവൽക്കരിക്കുന്ന രീതിയാണ്. ഈ പറഞ്ഞ മൂന്ന് സംഗതിയും, സംസാരിച്ചാൽ കള്ളം പറയുക, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, ഇതൊക്കെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സ്വാഭാവികമായി നടക്കുന്ന ഇലക്ഷൻ പ്രചരണത്തിന് കൊഴുപ്പ് കൂട്ടണമെങ്കിൽ അങ്ങനെ ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കണം. ഇങ്ങനെ തന്നെയാണ് മുസ്ലിം സമൂഹം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതെങ്കിൽ ഇതിനെതിരെ വല്ല അർത്ഥമുണ്ടാവും. ഇസ്ലാമിക സമൂഹം മാതൃകയാവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഒരു ബദൽ സമർപ്പിക്കുവാൻ സാധിക്കുക എന്നത് അതിൽ വളരെ പ്രധാനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിൽ നീതിപൂർവം ഭരണം നടത്തുന്നവരെ വളരെ ഉന്നതമായ തലത്തിൽ അവരെ കുറിച്ച് വാഗ്ദാനങ്ങൾ നൽകിയതായിട്ടും നമുക്ക് കാണാൻ കഴിയണം. അല്ലാഹുവിന്റേതല്ലാത്ത ഒരു തണലും ലഭിക്കാത്ത ആ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ നൽകുന്ന വിഭാഗങ്ങളിൽ 7 വിഭാഗങ്ങളിൽ ഒരാൾ ആരാണ്? ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ ഒരുപാട് വിശേഷണങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊണ്ട, സമൂഹത്തിന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ പ്രത്യേകതകളായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നത് വേറെയും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ
ഒരു ജനാധിപത്യ ക്രമത്തിൽ വിശ്വസിക്കുന്നവർ എന്ന നിലക്ക് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്ന നാം ഓരോരുത്തർക്കും വളരെ ഗൗരവപ്പെട്ട ബാധ്യതയുണ്ട്. ഞാൻ ഇത് ആർക്ക് നൽകണം, ആർക്ക് നൽകരുത് എന്ന് തീരുമാനിക്കുന്നതായിട്ട്. അവിടെ കേവലം കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായ ആ കെട്ടിക്കൊടുക്കുകളിലും പ്രയാസങ്ങളിലും അകപ്പെട്ടു പോകുന്നതിനും പകരം നാടിന്റെയും മനുഷ്യ സമൂഹത്തിന്റെയും നന്മ മുമ്പത്തിയുള്ള നിലപാട് സ്വീകരിക്കുക എന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ ബാധ്യതയാണ്. നാം മനസ്സിൽ കാണുന്ന ഒരു സങ്കല്പമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷാത്കരിച്ച നമ്മുടെ സത്താപ്രതിഭാവങ്ങളിലൂടെ വികാസം പ്രാപിച്ച പിന്നീട് നമ്മുടെ രാഷ്ട്രപിതാവ് പോലും പുകഴ്ത്തിപ്പറഞ്ഞ ഒരു സാമൂഹ്യ ജീവിതക്രമമുണ്ടല്ലോ. അങ്ങനെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴായിരിക്കും ഈ അമാനത്തിനോട് കൃത്യമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളോടും കൃത്യമായ ബാധ്യത നിർവഹണം നടത്തുന്നവരിൽ പച്ചവമ്പരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി പടച്ചവരാനുള്ള ബാധ്യതകളും അവന്റെ പടപ്പുകളുള്ള ബാധ്യതകളും കൃത്യമായി നിർവഹിക്കുന്നവരായിക്കൊണ്ട് ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല നേതാവിനെ കുറിച്ച്, നല്ല ഭരണാധികാരിയെ കുറിച്ച് ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ, ഏതെങ്കിലും ഭരണാധികാരിയെ കുറിച്ച് അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ, അതേപോലെ ആ ഭരണാധികാരികൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല ഭരണാധികാരികളാണ്. ഏതെങ്കിലും ഭരണാധികാരി നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ അവരുടെ നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ നല്ല ഭരണാധികാരികളാണ്. ഏതെങ്കിലും ഭരണാധികാരികളെ നിങ്ങൾ അവരുടെ നന്മ നിമിത്തം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അവർ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവർ നല്ല ഭരണാധികാരികളാണ്. എന്നാൽ ഇത് നേരെ മറിച്ചും അതേ ഹദീസിൽ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു, നിങ്ങൾ വെറുക്കുന്ന, നിങ്ങളെ വെറുക്കുന്ന ഭരണാധികാരികൾ, നിങ്ങൾക്കെതിരിൽ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ എതിരിൽ പ്രാർത്ഥിക്കുന്ന ഭരണാധികാരികൾ, ഇങ്ങനെ നേരെ മറിച്ചും പരാമർശങ്ങളായിട്ട് നമുക്ക് ഹദീസുകളിൽ തന്നെ കാണാൻ കഴിയും. തീർച്ചയായും നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. ഒരു നിർണയ ദിവസം പോയി നമ്മുടെ ആ ബാധ്യത നിർവഹണം നടത്തുക എന്നതിനും അപ്പുറത്ത് വളരെ ഗൗരവമുള്ളതാണ്. നമുക്കറിയാമല്ലോ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംഭവിച്ചപ്പോൾ ആ തിരുജനാസ മറമാടുന്നതിന് മുമ്പായിട്ട് അത് കാത്തു വെച്ചുകൊണ്ട് അവർ നിർവഹിച്ച ഒരു കാര്യം ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുവാനുള്ള ചർച്ച നടത്തുക എന്നതായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചത്, ഒരാൾ മരണപ്പെട്ടാൽ എത്രയും നിർവഹിക്കേണ്ട കാര്യമാണ് ആ ജനാസ സംസ്കരിക്കുക എന്നത്. എന്നാൽ അതേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ കാത്തുവെച്ച് വളരെ ഗൗരവപ്പെട്ട ചർച്ചകൾ നടത്തി, എന്നിട്ട് ആ വിഷയത്തിൽ തീരുമാനമായതിനു ശേഷമാണ് ജനാസ സംസ്കരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു സാമൂഹ്യ പ്രവൃത്തി എന്നതിനും അപ്പുറത്ത് ഇതിനെ തുടർന്ന് പിന്നീട് സംഭവിക്കാൻ പോകുന്നതെല്ലാം നമ്മുടെ ഭരണം ഏറ്റെടുക്കുന്നവർ നിർവഹിക്കുന്ന കാര്യങ്ങൾ, അതിൽ എത്ര നന്മ എത്ര തിന്മ, അതിലൊക്കെയും നാം ഓരോരുത്തരും തുല്യമായി പങ്കാളികളാവുകയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നത് വളരെ ഗൗരവതരമാണ്. ഉത്തരവാദിത്തങ്ങൾ യഥാവിധി നിർവഹിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുവാനുണ്ട്.
അനുഗ്രഹീതമായ പ്രഥമമായി ആശുവ ദിനത്തിൽ നോമ്പെടുത്തുകൊണ്ടാണ് ഈ ജുമായിൽ നാം സംബന്ധിക്കുന്നത്. അതിശ്രേഷ്ഠമായ അല്ലാഹു ആദരിച്ച മാസത്തിലെ പ്രത്യേകമായിട്ട് നോമ്പെടുക്കാൻ നിർദ്ദേശിച്ച ദിവസത്തിൽ അനുഷ്ഠിച്ചുകൊണ്ടാണ് നാം ഇവിടെ ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. അല്ലാഹുവോട് മനസ്സ് തുറന്ന് നാം പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, അതുപോലെ ലോക സാഹചര്യങ്ങളിൽ പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം പരിഹാരം തേടിക്കൊണ്ട് നിരന്തരമായിട്ട് പറിച്ചുകൊണ്ടുവരാൻ പറ്റണം. നമ്മുടെ രാജ്യം വർഗീയമായി അങ്ങേയറ്റം ധ്രുവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ദളിതുകളും ന്യൂനപക്ഷങ്ങളും ഒക്കെ അങ്ങേയറ്റം പരീക്ഷിക്കപ്പെടുന്ന, ആരും തന്നെ എതിരായിട്ടും ശബ്ദിക്കുവാൻ ആരും രംഗത്ത് വരാത്ത വിധം ഭയാനകമായ ഒരു മൗനം ഈ രാജ്യത്ത് തളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. പ്രചോദനെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പരമായ നിലപാടുകളെ നീ കാത്തു രക്ഷിക്കണമെന്ന്, അത് തിരിച്ചു കൊണ്ടുവരുവാനുള്ള സാഹചര്യങ്ങൾ നീ അനുവദിക്കണമെന്ന്. പ്രചോദനെ ഇത് ആശീർവാദമാണ്. നിന്റെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം ഫിർഔൻ എന്ന ഭീകരനിൽ നിന്നും, സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയിൽ നിന്ന് ഇസ്രായേൽ സമൂഹത്തെ വിമോചിപ്പിച്ച മഹത്തായ ദിനമാണിത്. ആ ദിനം ഓർത്തുകൊണ്ടാണ് നിങ്ങൾ നോമ്പെടുത്തിരിക്കുന്നത്. മാത്രം തീർച്ചയായും ഈ നോമ്പിന്റെ പിന്നിൽ ഒരു വിമോചന മനസ്സുണ്ടല്ലോ. മാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അടിമകളാക്കപ്പെട്ട, മർദ്ദിതരായ, അവകാശം നിഷേധിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും നീ സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കുന്നവരുടെ പ്രചോദനെ എല്ലാ പ്രയാസം അനുഭവിക്കുന്നവരും വിമോചനം നൽകി അനുഗ്രഹിക്കണമെന്നാണ്. രോഗങ്ങൾ കൊണ്ടും മനപ്രയാസങ്ങൾ കൊണ്ടും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ടും സാമൂഹികമായ അസ്വസ്ഥതകൾ കൊണ്ടും പ്രയാസപ്പെടുന്നവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുന്നവരുടെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുള്ളവർക്കെല്ലാം പുറത്തും വർഷമത്തും നൽകി അനുഗ്രഹിക്കണമെന്നാണ്. അബ്ദുസ്സലാം സാഹിബ് നമ്മിൽ നിന്ന് യാത്രയായി വലിയ ഉദ്യോഗം വഹിച്ചു കൊണ്ടിരിക്കെ തന്നെ ദീനീ മാർഗത്തിൽ ഏറെ സംഭാവനകൾ അർപ്പിക്കാൻ കഴിഞ്ഞ മാന്യദേഹമാണ്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് ഫിനാൻസ്, ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രയോഗവൽക്കരണ സാധ്യതകളെക്കുറിച്ച് ഏറെ പഠനം നടത്തി ഒരുപാട് പേപ്പറുകൾ സമർപ്പിക്കാനൊക്കെ കഴിഞ്ഞ വ്യക്തി കൂടിയാണ്. പ്രചോദനെ അദ്ദേഹത്തിന് മൗഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കാമെന്നത്. ഞങ്ങളിൽ മരണപ്പെട്ടുപോയ ഉമ്മമാരും ബാപ്പുമാരും എല്ലാവർക്കും മൗഫറത്ത് നൽകാനാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك